അന്താരാഷ്ട്ര ചീറ്റ ദിനത്തിൽ ചീറ്റപ്പുലികളായ അഗ്നിയെയും വായുവിനെയും കുനോ നാഷണൽ പാർക്കിലെ സംരക്ഷിത വനത്തിലേക്ക് തുറന്നുവിട്ടു. മുതിർന്ന വന്യജീവി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് പുതിയ പരിസ്ഥിതിയിലേക്ക് അവരെ മാറ്റിയത്. അന്താരാഷ്ട്ര ചീറ്റ ദിനത്തിൽ ചീറ്റപ്പുലികളായ അഗ്നിയെയും വായുവിനെയും കുനോ നാഷണൽ പാർക്കിലെ സംരക്ഷിത വനത്തിലേക്ക് തുറന്നുവിട്ടു. മുതിർന്ന വന്യജീവി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ നടപടികളും ഉറപ്പാക്കിയാണ് പുതിയ പരിസ്ഥിതിയിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നത്. അഗ്നിയെയും വായുവിനെയും കാട്ടിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നുവെന്നാണ് കുനോയിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. ചീറ്റ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനായ രാജേഷ് ഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച കുനോ സന്ദർശിച്ച് ചീറ്റപ്പുലികളെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള അന്തിമ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തിരുന്നു. കുറേക്കൂടി വിശാലമായ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ യോഗ്യരാണ് ഇവർ എന്നതിനാലാണ് അഗ്നിയെയും വായുവിനെയും തിരഞ്ഞെടുത്തത്. അതേസമയം പ്രൊജക്ട് ചീറ്റ വിജയകരമായി പുരോഗമിക്കുന്നതിൽ കുനോയിലെ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. രാജ്യത്തെ ചീറ്റപ്പുലികൾക്ക് വംശനാശം സംഭവിച്ച 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ പ്രൊജക്ട് ചീറ്റ അവതരിപ്പിക്കുന്നത്. നമീബിയയിൽ നിന്ന് 8 ചീറ്റപ്പുലികളടങ്ങുന്ന ആദ്യ ബാച്ചിനെ 2022 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുനോ നാഷണൽ പാർക്കിൽ വിട്ടയക്കുകയായിരുന്നു. 2023 ഫെബ്രുവരി 18 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളുടെ രണ്ടാമത്തെ ബാച്ചും ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.